ആസാം ചീഫ് മിനിസ്റ്റർ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഏകദേശം 10 ലക്ഷം ഏക്കർ ഭൂമിയാണ് ബംഗ്ലാദേശികൾ കയ്യേറിയിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. എത്തരത്തിലാണ് ഇങ്ങനെ കയ്യേറാനുള്ള സാഹചര്യം വന്നത്? എന്തായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് പോകുന്നത്? ഈ കയ്യേറിയത് ഇന്നും ഇന്നലെയല്ല. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കറിയാം ആസാമിൽ വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. ആസാം അവിടെ ഒരു NPR, ഒരു പോപ്പുലേഷൻ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ കൊണ്ടുവരണമെന്നും ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാരെന്നും ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെന്നും, അതായത് ആസാമിൽ പെട്ടുപോയ പല കാരണങ്ങളാണ്, അവരെല്ലാവരും നുഴഞ്ഞുകയറ്റക്കാരാണെന്നല്ല, പലർക്കും ഈ ബംഗ്ലാദേശ് വിഭജന കാലത്തൊക്കെ അപ്പുറത്ത് പോകാൻ പറ്റാത്തവർ, അതുപോലെ മ്യാൻമാറിലേക്ക് പോകാൻ പറ്റാത്തവർ ഒക്കെയുണ്ട്. അവരെ കണ്ടെത്തി അവരെ ഏത് രീതിയിലാണോ പുനരധിവസിപ്പിക്കേണ്ടത് ആ രീതിയിൽ, ബംഗ്ലാദേശിലേക്ക് അയക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, മ്യാൻമാറിലേക്ക് അയക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, മറിച്ച് വർഷങ്ങളായിട്ട് ഇവിടെ തുടരുന്നവർക്ക് പൗരത്വം കൊടുത്ത് ഇന്ത്യയുടെ ഭാഗമാക്കുക, ഇന്ത്യൻ പൗരന്മാരാക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയയിൽ അത് ആസാമിനെ ശുദ്ധീകരിക്കണം എന്ന ഒരു ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി തുടങ്ങിയത് 1970-75 ആ കാലത്തൊക്കെയാണ്. അത് പല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴും അവിടെ വലിയ തടസ്സങ്ങളുണ്ടായി. വലിയ വിഭാഗം ജനങ്ങൾ അതിനെതിർപ്പുമായിട്ട് വന്നു. നമ്മൾക്കറിയാം ഇന്നും ആ പ്രശ്നം അങ്ങനെ തന്നെ തുടരുകയാണ്, അവസാനിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹിമന്ത ബിശ്വാസ് നേരത്തെ കോൺഗ്രസ്സിലായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അവിടുന്നാണ് അദ്ദേഹം BJPയിലേക്ക് വന്നതും BJPയുടെ ഭാഗമായി പിന്നീട് BJPയുടെ മുഖ്യമന്ത്രിയായി. സർബാനന്ദ് സോനോവാളിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷേ ഹിമന്ത ബിശ്വാസിന് ഈ വിഷയം നന്നായിട്ട് അറിയാം. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും എത്ര ഏക്കർ ഭൂമിയാണ് കയ്യേറിയതെന്നും അതിൽ എത്ര ഒഴിപ്പിക്കാൻ പറ്റിയെന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവിടെ കയ്യേറിയിരിക്കുന്നത് കൂടുതലും ബംഗ്ലാദേശികളാണ്. ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇല്ലീഗൽ മൈഗ്രൻസ്, അനധികൃത കുടിയേറ്റമാണ്. തൊഴിലെടുക്കാനും കാർഷിക വൃത്തിക്ക് ഉൾപ്പെടെ ഇവിടേക്ക് തൊഴിൽ തേടി വരുന്നവർ, വിദ്യാഭ്യാസത്തിന് വരുന്നവർ, ആശുപത്രികളിൽ ചികിത്സിക്കാൻ വരുന്നവർ, ഇങ്ങനെ ഈ പേരുകളിലൊക്കെ വന്ന് ആസാമിലേക്ക് അവരങ്ങ് കുടിയേറുകയാണ്. ഇത് അനുവദിക്കാൻ പറ്റില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇവരെ കുടിയേറ്റം ഒഴിപ്പിക്കാനും ഈ ഭൂമി തിരിച്ചു പിടിക്കാനുമായിട്ട് അദ്ദേഹം ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. ആ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പേരാണ്. നമുക്കത് ഈ ആസാമി പേരാണ്. നമുക്കത് മലയാളത്തിൽ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഘോരുക്കുതി ഡ്രൈവ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗോ എന്ന് പറയുന്നതിന് ഭൂമി എന്നും ഒരു അർത്ഥമുണ്ട്. സംസ്കൃതത്തിൽ ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇനി അത് ആസാമിയിൽ ആ അർത്ഥം കൽപ്പിച്ചിട്ട് വന്നിരിക്കുന്നതാണോ, എന്തായാലും ഭൂമി തിരിച്ചെടുക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അവർ കഴിഞ്ഞ ഈ 2021 മുതൽ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് അവർ 43,000 ഏക്കർ ഭൂമി ഇത്തരത്തിൽ നിയമപരമായിട്ട് തന്നെ തിരിച്ചെടുത്തു. അവിടെ നിന്നെല്ലാം കുടിയേറ്റം ഒഴിപ്പിച്ചു, അനധികൃത കുടിയേറ്റം ഒഴിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് വിട്ടപ്പോൾ നമ്മൾ എന്തെല്ലാം ബഹളം ഇവിടെ ഉണ്ടാക്കി അല്ലേ? ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ എന്തെല്ലാം. ഇത് ഇന്ത്യയിലേക്ക് കുടിയേറിയിരിക്കുകയാണ്. ഇവരെ നമ്മൾ എങ്ങനെ പോറ്റും? ഇതെല്ലാം ബംഗ്ലാദേശികളാണ്. അതായത് 80% കൂടുതൽ ബംഗ്ലാദേശികളാണ്. റോഹിംഗ്യകളുടെ എണ്ണം കുറവാണ് ആസാമിൽ. അതേസമയം റോഹിംഗ്യകൾ ബംഗാളിലും ബീഹാറിലുമൊക്കെയാണ് കൂടുതൽ കുടിയേറിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഘോരുക്കുതി ഓപ്പറേഷൻ വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ തടസ്സപ്പെടുത്താൻ വന്ന ഒരു സംഭവമുണ്ടായി. അവിടെ അത് പോലീസ് വെടിവെപ്പിലാണ് കലാശിച്ചത്. 2 പേര് അതിൽ മരിച്ചു. ഒരു 12 വയസ്സായ ഒരു ആൺകുട്ടി അടക്കം 2 പേര് ആ പോലീസ് വെടിവെപ്പിൽ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഹിമന്ത ബിശ്വാസ് ശർമ്മ പറയുന്നത് ഒരു വിട്ടുവീഴ്ചയുമില്ല. ആസാമിൻ്റെ ഭൂമി ആസാമികൾക്ക്, നുഴഞ്ഞു കയറുന്ന ഒരാളിനെയും ഇവിടെ ഒരാളിനെ പോലും വെച്ച് പൊറുപ്പിക്കില്ല, എല്ലാറ്റിനെയും അടിച്ചു പുറത്താക്കും, ഭൂമി തിരിച്ചു പിടിക്കും. ഇത് കാർഷിക ഭൂമിയാണ്. ഈ സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ആസാമികൾക്കുള്ളതാണ്. നമ്മൾ തന്നെ ഇപ്പോൾ മലയാളികൾ ഇവിടെ ഉണ്ട്. ഈ നാളെ ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികൾ ഇങ്ങോട്ട് വരികയും അവരിവിടെ കുടിയേറുകയും ചെയ്താൽ നമ്മൾ അംഗീകരിക്കും? നമുക്ക് തന്നെ കേരളത്തിൽ ആവശ്യത്തിന് ഭൂമിയില്ല. നമുക്കിവിടെ ക്ഷേമ പെൻഷനുകളെല്ലാം ഉള്ളതൊക്കെ മുടങ്ങി കിടക്കുകയാണ് അല്ലേ? ഇവിടെ നമ്മൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പുറത്തുനിന്ന് ആരെ കൂടെ ഉള്ള ആൾക്കാരും കൂടെ ഇങ്ങോട്ട് വന്നാൽ എന്താകും സ്ഥിതി?
അത് നമ്മളാരും അനുവദിക്കില്ല. അത് തന്നെയാണ് ഹിമന്ത ബിശ്വാസും പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇത് ആനുകൂല്യങ്ങൾ ഇന്ത്യക്കാർക്കുള്ളതാണ്, ആസാമികൾക്കുള്ളതാണ്. അത് മറ്റ് ഈ നുഴഞ്ഞുകയറ്റക്കാരുമായിട്ട് പങ്കിടാൻ സാധിക്കില്ല. അവർക്കിതിൻ്റെ ഓഹരി കൊടുക്കാൻ പറ്റില്ല. അവരവരുടെ രാജ്യത്തേക്ക് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇതാണെന്ന് കണ്ടെത്തിയാൽ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടികൾ പൂർത്തിയാക്കി അവരെ ഡീപ്പോർട്ട് ചെയ്യും. അല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. അത് ഇന്ത്യ ഗവൺമെൻറ് എന്ത് പറഞ്ഞിരിക്കുന്നോ ആ നിയമം അനുസരിച്ച് ചെയ്യും. ഇവിടുത്തെ വോട്ടേഴ്സ് ID കാർഡ് എല്ലാം പരിശോധിച്ച് കൃത്യമായിട്ട് ഇന്ത്യക്കാരാണെന്ന് ഉറപ്പുവരുത്തി അവരുടെ വോട്ടവകാശം സംരക്ഷിക്കും. അല്ലാത്ത ആൾക്കാരെ ഉറപ്പായിട്ട് ഇവിടുന്ന് പുറത്താക്കും എന്നൊരു നിലപാടാണ് അദ്ദേഹത്തിന്. ഇതിനെതിരെ ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും വളരെ ശക്തമായിട്ടൊക്കെ പ്രതിഷേധമൊക്കെ ഉയർത്തി വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമന്ത ബിശ്വാസിനെ അധികാരം കിട്ടിയാൽ ഹിമന്ത ബിശ്വാസ് ശർമ്മയെ പിടിച്ച് ജയിലിലിടുമെന്നാണ് പറയുന്നത്. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ അവിടെ ഈ തരുൺ ഗൊഗോയിയാണ് അവിടെ പ്രതിപക്ഷത്ത് നയിക്കുന്നത് കോൺഗ്രസിനെ. തരുൺ ഗൊഗോയ്ക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നോ അദ്ദേഹത്തിൻ്റെ ഭാര്യ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയുടെ പണം കൈപ്പറ്റുന്ന ആളാണെന്നൊക്കെയുള്ള ആക്ഷേപവും ആരോപണവും അവർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഹിമന്ത ബിശ്വാസിൻ്റെ മറുപടി, അവിടെ ഒരു കേസിൽ ഈ കോൺഗ്രസിൻ്റെ പങ്ക് തെളിഞ്ഞാൽ അവിടെ ഈ ചെറിയ കലാപമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമൊക്കെ അതിന് കാരണമായി എന്നാണ് പറയുന്നത്. അത് കുറ്റം തെളിഞ്ഞാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഞാൻ താമസിയാതെ ജയിലിലിടുമെന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടും കൊടുത്തും ആസാമിലെ രാഷ്ട്രീയം ഒരു പ്രത്യേക രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവിടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് BJPക്ക് അവിടെ മേൽക്കൈയുണ്ട്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഈ കുടിയേറ്റം ഒഴിപ്പിക്കുക എന്നൊക്കെയുള്ളത് തദ്ദേശീയ ജനതയുടെ വളരെ കാലമായുള്ള ആവശ്യമാണ്. കാരണം അവരുടെ ഭൂമി, അവർക്ക് കിട്ടേണ്ട റിസോഴ്സസ് ഒക്കെ പുറത്തുനിന്ന് വരുന്ന ചില ആൾക്കാർ നമ്മുടെ രാജ്യക്കാർ പോലുമല്ല. ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരാളാണ് കേരളത്തിൽ വന്ന് ഇങ്ങനെ കുടിയേറുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ സഹിക്കും. ഒരു മലയാളി തമിഴ്നാട്ടിലേക്ക് പോയി കുടിയേറിയാൽ അവരും സഹിക്കും. കാരണം ഇന്ത്യക്കാരാണല്ലോ. ഇത് ഒരു ശ്രീലങ്കക്കാരൻ വന്നാൽ തമിഴനും മലയാളിയും ഒക്കെ ആ സമയത്ത് എതിർക്കും. കാരണം മറ്റൊരു രാജ്യത്തുനിന്ന് വരുന്നയാളാണ്. ഇവരെന്തുദ്ദേശിച്ചാണ് ഇവിടെ വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഈ അനധികൃതമായിട്ട് കുടിയേറിയ ബംഗ്ലാദേശികളെ പോറ്റേണ്ട കാര്യം നമുക്കെന്ത് എന്നാണ് തദ്ദേശീയരായ ആസാമികൾ ചോദിക്കുന്നത്. അവിടെ മുമ്പ് നമുക്കറിയാം വിഘടനവാദം ഉണ്ടായിരുന്നു. ഉൾഫ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങി. അവരൊക്കെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു. പലരും, ചിലരൊക്കെ ജയിലിലായി, ചിലർ മാപ്പൊക്കെ പറഞ്ഞ് കുറഞ്ഞ ചെറിയ ശിക്ഷയൊക്കെ വാങ്ങിച്ച് രക്ഷപ്പെട്ടു. അങ്ങനെ അവിടുത്തെ ആ വിഘടനവാദം പരിപൂർണമായിട്ടും പരിഹരിക്കപ്പെട്ട് ആസാം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഓപ്പറേഷനുമായിട്ട് ഈ ഭൂമി തിരിച്ചെടുക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ആ ഭൂമി തിരിച്ചു പിടിക്കുന്ന ഒരു പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനവിടെ വലിയ സ്വീകാര്യതയുണ്ട്. കാരണം തദ്ദേശീയരായ ജനങ്ങൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളെ വലിയ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ ട്രംപ് ഒഴിപ്പിക്കാൻ നിന്നപ്പോൾ ട്രംപിന് വലിയ പിന്തുണയായിരുന്നു ജനങ്ങളുടെ, അല്ലേ? അതുപോലെ ഏത് നാട്ടിലും അങ്ങനെയാണെന്ന്. അവരുടേതല്ലാത്ത ആൾക്കാർ അവിടെ വന്ന് കുടിയേറി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഇവരെല്ലാം ഭാവിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നേ. ഇവർ ഇന്നിപ്പോൾ വന്ന് കയ്യും കാലും ഒക്കെ പിടിച്ച് ദൈന്യതയൊക്കെ പറഞ്ഞ് ദയ യാചിച്ച് അവർ നിൽക്കും. പക്ഷെ അവർ നാളെ സംഖ്യ കൂടി അവർ ഒരു ശക്തിയായി മാറിക്കഴിയുമ്പോൾ അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കും. ഇത് ആസാമികൾക്ക് നന്നായിട്ടറിയാം. അവിടെ നിരവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ തദ്ദേശീയരും നുഴഞ്ഞുകയറ്റക്കാരും തമ്മിൽ വലിയ വിഷയങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് മുമ്പ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തദ്ദേശീയ ജനത ഇതിനെതിരാണ്. കുടിയേറ്റം അനുവദിക്കരുത് എന്നാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് അവിടെ ഒന്നും പ്രോപ്പറായ ഒരു അതിർത്തി പോലും തിരിച്ചിരുന്നില്ല. ഇതൊക്കെ ഇപ്പോഴാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ തന്നെ 450 കിലോമീറ്റർ ഫെൻസിങ് വേലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് സ്ഥലമെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് മമത ചെയ്യുന്നില്ല. 10 തവണ റിമൈൻഡർ അയച്ചു എന്നാണ് അമിത്ഷാ ഔദ്യോഗികമായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർക്ക് വെച്ച നാക്കെടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ അനിശ്ചിതത്വത്തിൽ തുടരുന്ന കാര്യമാണ്. BJP സർക്കാർ വന്നപ്പോൾ ഇതിനൊക്കെ അവർ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. നാഷണൽ സെക്യൂരിറ്റിയിൽ ഒരു വിധത്തിലും കോംപ്രമൈസ് ഇല്ല എന്ന് BJP പറഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഹിമന്ത ബിശ്വാസിന് കേന്ദ്രത്തിൽ നിന്നും ശക്തമായ പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. തദ്ദേശീയ ജനത സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഈ ഒരു നീക്കത്തിന് നല്ല പിന്തുണ കൊടുക്കും.
ഈ നുഴഞ്ഞുകയറ്റം അവിടുന്ന് എന്ത് വില കൊടുത്തും അവർ ഒഴിപ്പിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനെ തടസ്സപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയോ പ്രതിപക്ഷമോ ശ്രമിച്ചാൽ അത് നടക്കില്ല. ശ്രമിക്കുന്നവർക്കായിരിക്കും അതിൻ്റെ തിരിച്ചടി കിട്ടുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.